2018 തുടങ്ങിയ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഭാരത സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപ വരെ വിനിയോഗിക്കാവുന്നതാണ്. നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ പുതുക്കിയ രൂപമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. നിലവിലെ RSBY പദ്ധതികൾ ഉപരിയായി SCCC 2011 ഡേറ്റാബേസിലെ അർഹരായ മുഴുവൻ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്താൻ ഈ പദ്ധതിയിൽ സാധിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ വിപുലീകരണവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരെ കൂടി ഉൾപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ പുതുതായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന മുതിർന്ന പൗരന്മാരുടെ വരുമാനം എത്രയായാലും അത് ബാധകമായിരിക്കില്ല. ഇതിലൂടെ 70 വയസ്സിൽ അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ABPMJയിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ മുതിർന്ന പൗരന്മാർക്ക് ABPMJ പ്രകാരം ഒരു പുതിയ ഐഡന്റിറ്റി കാർഡ് നൽകും. സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കോ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനോ കീഴിലുള്ള 70 വയസ്സും അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്കും ABPMJ പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 12.34 കോടി കുടുംബങ്ങളിലെ 55 കോടി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമെങ്കിൽ ആയുഷ്മാൻ പദ്ധതിയിലേക്ക് മാറാമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഈ വിഷയങ്ങൾ തീരുമാനമെടുത്തത്. നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയാണ് ലഭിക്കുന്നത്. ഏകദേശം രാജ്യത്ത് 4.5 കോടി കുടുംബങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഈ പദ്ധതിയിൽ 6 കോടിയോളം മുതിർന്ന പൗരന്മാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ ചികിത്സാ രംഗത്ത് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങാണ് ഈ പദ്ധതി. പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി ആശുപത്രി പ്രവേശിക്കപ്പെടുന്നതിന് മുൻപുള്ള 3 ദിവസത്തെ ചെലവും കൂടാതെ ആശുപത്രിവാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെ ചെലവും ഈ പദ്ധതിയിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സ ആനുകൂല്യം സർക്കാരിന്റെ ഈ പദ്ധതിയിലൂടെ ലഭിക്കും. സർക്കാർ, സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 70 വയസ്സിന് മുകളിലുള്ള പൗരന്മാരെയും കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ സംബന്ധമായ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും അവസാനിക്കുക.